ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വിഷപ്പാമ്പുണ്ട്. ഈ വിഷപ്പാമ്പിനെ കുറിച്ചിട്ട് പലരും പറയുന്നത് ടീച്ചർ എന്നാണ്. കാരണം ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുസമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, വിദ്യാർത്ഥികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവർ വളർന്നു വരുന്ന ഒരു തലമുറയാണ്. ആ തലമുറയെ വിഷം കുത്തിവെച്ച് നശിപ്പിച്ചിട്ടുള്ള ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ടീച്ചർ എന്നൊക്കെ അഭിസംബോധന ചെയ്യുക. എന്തായാലും ഈ ഒരു സാധനത്തിനെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിനകത്ത് ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോഴത്തേക്ക് ആ ഇൻ്റർവ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ വിഷത്തോട് ചോദിച്ച ചോദ്യം, അത് നിങ്ങളെന്തായാലും ഈ ഇൻ്റർവ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കേരളത്തിൽ ഇത്രയധികം സമൂഹത്തിൻ്റെ ഇടയിൽ വെറുപ്പ് സൃഷ്ടിച്ചിട്ടുള്ള, വിദ്വേഷം പടർത്തിയിട്ടുള്ള ഒരു വിഷം അത് വേറെ ഇല്ല. കാരണം സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള, ഈ ടീച്ചർമാർക്ക് തന്നെ അപമാനമായിട്ടുള്ള ഇതുപോലുള്ള സാധനങ്ങളെയൊക്കെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുള്ള ഈ ചാനലിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നാണ് ഞാനിങ്ങനെ ഓർക്കുന്നത്. എന്തായാലും 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കുട്ടി ഇവരുടെ മുഖത്ത് നോക്കി ചില ചോദ്യങ്ങൾ ചോദിച്ചു പോലും. ആ ചോദ്യത്തിൽ ഇവർ അമ്പരന്ന് പോയെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം കുട്ടികളുടെ മനസ്സിൽ ഇവരെ കുറിച്ചിട്ടുള്ളൊരു ധാരണയുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇവരെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു വീഡിയോ. ഏതാണ്ട് പ്രൈമറി സ്കൂളിലാണ് ആദ്യം ഇവർ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതിൽ അറബി വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ഇവർ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. സത്യത്തിൽ എന്താ ഇതിനൊക്കെ പറയേണ്ടത് അല്ലേ? എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ്, എനിക്ക് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഇവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഇവരൊരു പൊതുവേദിയിൽ സംസാരിച്ചിട്ടുള്ളതാണ്. അതിൽ നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. അതായത് അവർ ഈ സമൂഹത്തിന് വലിയ ദോഷമാണ്, അവർ ഈ സമൂഹത്തിന് വലിയ നാശം വിതയ്ക്കുന്നവരാണ് എന്നൊക്കെയാണ് ഇവർ ആ ഒരു പ്രസംഗത്തിൽ ഉടനീളം പറഞ്ഞത്. കാരണം നാഴികയ്ക്ക് 40 വട്ടം ഇസ്ലാം മതത്തെക്കുറിച്ചിട്ടാണ് ഇവർ ആദ്യം ശുദ്ധ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതെങ്കിലും ഇപ്പോൾ ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പോരാടുന്ന എന്ന് പറയുന്ന കാസ വിഭാഗവും കെന്നഡി കരിമ്പിൻ കണ്ടിയും അതുപോലെ പൂഞ്ഞാറിൻ്റെ കുഞ്ഞാടും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ഇവർ ഇനി എത്ര തന്നെ നിങ്ങളോട് ചേർത്ത് നിർത്താൻ ശ്രമിച്ചാലും ഇവരുടെ മനസ്സിലുള്ള ആ വിഷം, അതാണ് ഇവരുടെ വീഡിയോകളിൽ നമ്മൾ സാധാരണ കാണാറുള്ളത്. എന്താണെങ്കിലും ഈ വിഷജീവിയുടെ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഇവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിതൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമൻറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം കേരളത്തിൻ്റെ വണാനൊള്ളി വിഷം വമിക്കുന്ന വിഷകലയുടെ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള ഈ ഒരു ഇൻ്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. വീഡിയോ കാണാം. ഇപ്പൊ സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് ഇത്തരത്തിൽ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും തരത്തില്ല അതിനോട് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഒക്കെ തന്നിരുന്നു? അവര് തരാറുണ്ട്, അവർക്ക് ഇഷ്ടമാണ്. എനിക്കതിൽ രസം തോന്നിയിട്ടുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ പ്രൈമറി ടീച്ചറായിരുന്നു. അപ്പോൾ പിന്നെ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു 6ാം ക്ലാസ്സിലെ കുട്ടിയാണ് എന്നെ വന്നിട്ടുണ്ട്, ടീച്ചർ നിങ്ങൾ എന്തിനാ ഈ മതത്തിൽ ജനിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ മോനെ കുഴപ്പം, എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ്, ആയിക്കോട്ടെ, അതിനെന്താ, നിങ്ങളെന്താ ഈ മതത്തിൽ എന്തിനാണ് ജനിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം, നിങ്ങൾ സ്വർഗത്തിൽ പോകില്ലല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ സ്വർഗത്തിൽ പോകില്ലല്ലോ. ഞാൻ പറഞ്ഞു, ശരി ഞാൻ പോവില്ല, നീ എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ, നിനക്ക് ഇന്ന ഇഷ്ടമല്ലേ, അപ്പോൾ ഏതെങ്കിലും കാലത്ത് നീ എനിക്ക് വേണ്ടി ടീച്ചറേയും കൂടി ഒന്ന്, അതൊന്നും പറ്റൂലല്ലോ ടീച്ചറെ, നിങ്ങൾ ഈ മതത്തിലും ജനിച്ചു, ഈ പാർട്ടിയിലും പോയി പെട്ടു. അവൻ 6ാം ക്ലാസ്സുകാരൻ പറയാണ്, നിങ്ങൾ ഈ പാർട്ടിയിലും എന്തിനാ പെട്ട്, കുടിയിലുള്ളവരോടൊന്നും പറയാൻ പറ്റില്ല നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെ. അപ്പോൾ ആ കുട്ടി അത്തരം ചില ഇത്, കാരണം അവർക്ക് പറയണമെന്നുണ്ട്, അവർക്ക് പ്രസംഗം ഇഷ്ടമാണ്, പക്ഷേ ഈ പാർട്ടിയിൽ എന്തിനാ പെട്ടെ, അതിനെ അവരെങ്ങനെ വിമർശിക്കുന്നവർ കേൾക്കുന്നുണ്ട്, ഇത് ഞങ്ങൾക്കെതിരാണെന്നുള്ള. പക്ഷെ അത് ഒരിക്കലും അവർ വ്യക്തിപരമായി എന്നോട് കാണിച്ചിട്ടില്ല, ഒരു ഇഷ്ടക്കേടും അവർ കാണിച്ചിട്ടില്ല. ഞാൻ ഈ 36 കൊല്ലത്തിൽ ഒട്ടുമിക്ക വർഷവും ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് അറബി മാത്രം പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സുകളാണ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ സ്വഭാവം ഫസ്റ്റ് ലാംഗ്വേജ് അറബി എടുക്കുന്ന ക്ലാസ്സുകളാണ് ഞാൻ സ്ഥിരമായി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് ശശീല ടീച്ചർ? ഈ ഒഴിവ് സമയം ഒഴിവായിട്ട് കാണാറില്ല. എനിക്ക് അത്യാവശ്യം പാചകം ഇഷ്ടമാണ്, വാചകം ഇഷ്ടമാണ്, പിന്നെ വായിക്കാൻ ഇഷ്ടമാണ്. ടീച്ചറുടെ അടുത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ടീച്ചറുടെ തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, പോകുമ്പോൾ ശ്രദ്ധിക്കണം ടീച്ചറുടെ. പിന്നെ ഇപ്പം എനിക്ക് സമയവും ഇല്ല, കാരണം എനിക്ക് 7 പേരെ കുട്ടികളുണ്ട്. ഇവരുടെ പിന്നാലെ ഓടപ്പം എത്തുന്നില്ല. ഞാൻ പറയുന്നത്, ഇന്നെ ഇപ്പൊക്കെ ചിലപ്പോൾ ഒളിമ്പിക്സിന് കൊണ്ടായ ചിലപ്പോൾ വല്ല മെഡലും കിട്ടും, കാരണം അമ്മായിരത്തെ ഓട്ടം ഓടണം ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പം സമയം കിട്ടുന്നില്ല, അത് സത്യം. ഇപ്പൊ പൊതുവേദികളിലൊക്കെ വളരെ ബോൾഡായിട്ടുള്ള, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകയായിട്ടുള്ള ഒരു വനിതയായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ വീട്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്, വളരെ സൗമ്യയായ ഒരു അമ്മൂമ്മയാണോ? അതങ്ങനെ വേണ്ടേ? തീർച്ചയായിട്ടും നമ്മള് നായവേഷം കെട്ടിയാൽ കുരയ്ക്കണം.
അല്ല പിന്നെ നായവേഷം കെട്ടരുത്. നമ്മളൊരു ടീച്ചർ എങ്ങനെയാവണം, ഒരമ്മ എങ്ങനെയാകണം, ഒരു പൊതുപ്രവർത്തക എങ്ങനെ, ഇതെല്ലാം കൂടി ഇടകലരുകൊണ്ടാണ് പലയിടത്തും പ്രശ്നം ഉണ്ടാവുന്നത്. ഇതിനൊക്കെ അതിൻ്റേതായ അതിർവരമ്പുകളുണ്ട്, അതിൻ്റേതായ സ്വഭാവ സവിശേഷതകളുണ്ട്. അത് നമുക്ക് തിരിച്ചറിയണ്ടേ നമ്മൾ ആ ഒരു പദവിയിലെത്തുമ്പോൾ. ഒരമ്മയുടെ ഇതല്ല ഒരു ടീച്ചർ അമ്മയാകണമെന്ന് പറയുമ്പോൾ അവിടെയും ചില വ്യത്യാസങ്ങളുണ്ട്. ടീച്ചറെ ഭരണം ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയാൽ പറ്റില്ല. അതൊക്കെ നിർത്തേണ്ടുന്ന അതിർവരമ്പുകളുണ്ട്. നമ്മൾ ഏത് പദവിയിലാണോ നിൽക്കുന്നത്. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ മഹാശാഠ്യക്കാരിയായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റ മോളാണ്, ഞാൻ മഹാശാഠ്യം. പക്ഷേ കല്യാണം കഴിഞ്ഞ് എനിക്കത് നടക്കും. ഞാൻ അമ്മയാകുമ്പോൾ എനിക്കത് പറ്റൂ. ഞാൻ അമ്മൂമ്മയാകുമ്പോൾ കുറച്ചുകൂടെ മാറണ്ടേ. അപ്പോൾ അത് ആ പദവി ഏതോ അതിനനുസരിച്ച് നമ്മൾ സ്വഭാവം മാറ്റം വരും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വിഷകലയുടെ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. പട്ടിയുടെ വേഷം കെട്ടിയാൽ പിന്നെ കുരയ്ക്കേണ്ടതെന്നാ ചോദിച്ചത്. ശരിയാണ്, അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പട്ടിയുടെ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ വന്നിരുന്നുണ്ട്, ചാനലിനകത്ത് വന്നിരുന്നുണ്ട്, കുറച്ചുകൊണ്ടിരിക്കുക. പിന്നെ 7 പേരക്കുട്ടികളുടെ മുത്തശ്ശിയാണ് പോലും. എന്നിട്ട് പോലും തലയ്ക്കകത്ത് ഒരു അല്പം പോലും ബോധമില്ലാതായി പോയല്ലോ എന്നോർക്കുമ്പോഴത്തേക്ക് ഒരുപാട് സങ്കടവും തോന്നുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് എടുത്തിട്ടുള്ള അറബി കുട്ടികളെയാണ് ഇവർ പഠിപ്പിച്ചത്. അതിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുഖത്ത് നോക്കി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ മതത്തിൽ ജനിച്ചത്? അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല. മറ്റൊന്ന്, നിങ്ങൾ ഈ പാർട്ടിയിൽ വന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്. 6ാം ക്ലാസ്സുള്ള കൊച്ച് ഇവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചു എന്നാണ് ഈ ചാനലിനകത്ത് വന്നിരുന്നിട്ട് പറയുന്നത്. ഈ പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് വലിച്ചൂരി എടുക്കുമ്പോൾ അത് ഇങ്ങനെ വളഞ്ഞു തന്നെ ഇരിക്കും. അത് തന്നെയാണ് സംഘികളുടെ ഒരു സ്വഭാവം. അതായത് തലയ്ക്കകത്ത് ചാണകം കയറിപ്പോയി കഴിഞ്ഞാൽ അതിന് എത്ര കൊല്ലമാണെങ്കിലും, ഇനി എത്ര വിവരമുള്ളവനായിരുന്നെങ്കിലും ഇതിനകത്ത് വന്ന് പെട്ടുകഴിഞ്ഞാൽ അവരുടെയൊക്കെ അവസ്ഥ അത് ഇതാണ് ഒരു മിനിമം സംഘിയുടെ ഒരു ക്വാളിറ്റി. ഇതിനകത്ത് ഈ ടീച്ചറിനൊക്കെ പറഞ്ഞ് കയറ്റുന്നുണ്ടല്ലോ, അത് ശരിക്കും ഓർക്കാൻ പോലും വയ്യ. കാരണം വർഗീയത പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ടീച്ചറാണ് ഇവർ കേട്ടോ. അല്ലാതെ വേറെ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളൊന്നും അല്ല. എത്രയോ തീപ്പൊരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടതാണല്ലേ. യുവാക്കളെയും യുവതികളെയൊക്കെ ഹരം കൊള്ളിച്ചിട്ടുള്ള മറ്റ് മതസ്ഥരെ ഇത്രയധികം തേജോപതം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ സ്പർദ്ധ വളർത്തി ജീവിക്കുന്ന ഒരു വൃത്തികെട്ട വിഷജീവി എന്നല്ലാതെ നമുക്ക് ഇവരെ വേറൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും കേട്ടല്ലോ അല്ലേ, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചോദിച്ചതും, അതുപോലെ തന്നെ 7 പേരക്കുട്ടികളുടെ മുത്തശ്ശി എങ്ങനെയാണ് മാറേണ്ടത് എന്നൊക്കെ പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടല്ലോ. ഇനി ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് അത് നിങ്ങളിലേക്കും കൂടെ ഒന്ന് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ വിഷം വമിക്കുന്ന വിഷജീവിയുടെ ഏറ്റവും എക്സ്ക്ലൂസീവായിട്ടുള്ള ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഒരിക്കലും ഇതുപോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇതേ കാഴ്ചപ്പാടുള്ള ഒരാളും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇനി വരാൻ പാടില്ല, ഇനി പിറക്കാൻ പാടില്ല. ഇവർ പഠിപ്പിച്ച കുട്ടികളെയൊക്കെ കുറിച്ചിട്ട് ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. അതിൽപ്പെട്ട ചില വേട്ടാവളിയനും വേട്ടാവളിയത്തിമാരൊക്കെ ആയിരിക്കാം ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നുണ്ട് ഈ പട്ടി കുരയ്ക്കുന്നത് പോലെ ഇങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാം.